shinidhaneesh. നമുക്ക് ഇന്നൊരു നവരാത്രി സ്പെഷ്യൽ പഞ്ചാമൃതം ഉണ്ടാക്കിയാലോ. വളരെ ഈസിയാണ്, ഒരു കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രസാദം പോലെയുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രസാദത്തിലൊന്നാണിത്. ഇത് വളരെ ഹെൽത്തിയാണ്. നമുക്ക് മധുരം ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നമുക്കിതിന് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടം വേണം. അതേപോലെ തന്നെ കൽക്കണ്ടം ഞാനിവിടെ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യാണ്, ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി, ഒരു 10ഓളം ഡേറ്റ്സ് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ചതാണത്. 2-3 ടേബിൾ സ്പൂൺ, ഞാനിവിടെ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് തേൻ ഉപയോഗിച്ചിട്ടുണ്ട്. 4 പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് പാളയങ്കോടൻ പഴമാണ്. അപ്പം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കൽക്കണ്ടം പൊടിച്ചതാണ് ചേർക്കുന്നത്. ലാസ്റ്റ് നമുക്ക് കൽക്കണ്ടം പൊടിക്കാത്തത് ചേർക്കാം. എന്താ വെച്ചാൽ അത് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് സ്മാഷ് ചെയ്തതിന് ശേഷമാണ് മുഴുവൻ കൽക്കണ്ടം ചേർക്കേണ്ടത്. ഈ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉണക്കമുന്തിരി, ഇനി നമുക്ക് ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായി ഇതിനെ ഉടച്ചെടുക്കണം. നല്ലപോലെ ഉടച്ച് എടുക്കണം വേണമെന്നുള്ളവർക്ക്. ഞാൻ നന്നായി പേസ്റ്റ് പരിവാക്കിയിട്ടില്ല, ഒരു ഇത്തിരി എല്ലാം ഡേറ്റ്സും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് പൂജ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ ടൈപ്പ് പ്രസാദം നമുക്ക് ഉണ്ടാക്കാം. വീട്ടിലല്ലാതെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനി നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളെ കൽക്കണ്ടവും. ഇത് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ പഞ്ചാമൃതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തിയാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you.